ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ചെക്കിനി എന്ന പ്രദേശത്തേക്കുള്ളൊരു റോഡാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന് കഷ്ടി ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു പ്രദേശത്തേക്കുള്ളൊരു വഴിയാണ്. ഒരു 25ഓളം 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ വഴിയുടെ ദയനീയമായിട്ടൊരു അവസ്ഥ തന്നെയാണ് ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം. അപ്പോൾ ഈ വഴിയുടെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഈ വഴിയുടെ ദയനീയമായ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളും തിരിച്ചറിയുക. ഈ വീഡിയോ എടുക്കേണ്ട കാരണം ഈ പ്രദേശത്ത് ഒരു 25-30ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു വയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ വഴിയെക്കുറിച്ച് അറിയുന്ന ഒരു വണ്ടിക്കാരൻ പോലും ഈ വഴിയിലൂടെ വരില്ല. അത് കണ്ടില്ലേ അവസ്ഥ, മുഴുവൻ കല്ലും മെറ്റലുകളും പേർന്ന് ഇളകി നിൽക്കുകയാണ്. നമുക്ക് ബൈക്കിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്രയും ദയനീയമായി ഇത്രയും മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തും ഈ വഴികൾ ഇത്രയും നശിച്ച രീതിയിൽ കിടക്കുന്നത് എന്നതാണ് ചിന്തിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥയോർത്ത് വളരെ ദയനീയമാണ്, വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വഴി വന്ന് നോക്കിയവർക്കേ അറിയുള്ളൂ ഇത് എത്രത്തോളം ദുർഘടം പിടിച്ച അല്ലെങ്കിൽ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു റോഡാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ കയ്യിലെത്താത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അവർ ഈ ഒരു വഴി വന്ന് സഞ്ചരിച്ച് ഈ വഴി കാണാത്തത് കൊണ്ടാണോ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് എന്നറിയില്ല. അതോ ഇനി കണ്ടിട്ടും അറിഞ്ഞിട്ടും കാണാത്ത മട്ടിൽ വിട്ടതാണോ എന്നും അറിയില്ല. എന്തായാലും ഓരോ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും വാഹന സൗകര്യമുള്ള റോഡുകളാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു സ്വപ്നം തന്നെ. അപ്പോൾ ഈ പ്രദേശത്തേക്കും നല്ല വാഹന സൗകര്യമുള്ള നല്ലൊരു റോഡ് വരും എന്ന ശുഭപ്രതീക്ഷയോടെ ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ കയ്യിലെത്തും, ഇവിടേക്കൊരു നല്ല റോഡ് കിട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.